ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പാലായിലുള്ള ഒരു സൈറ്റിലാണ്. ഇവിടെ നമ്മൾ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ജിപ്സമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമൽ ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലാസ്റ്ററിങ്ങിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാസ്റ്ററിങ്ങാണ് ജിപ്സം പ്ലാസ്റ്ററിങ്. അപ്പോൾ നമ്മളിവിടെ എക്സ്റ്റീരിയർ സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങും അതുപോലെ ഇൻറ്റീരിയർ ജിപ്സം പ്ലാസ്റ്ററിങ്ങുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഓരോ മെത്തേഡും അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. പല പ്രോസസ്സിൻ്റെയും ബൈ പ്രോഡക്റ്റ് ആയിട്ടും നാച്ചുറലി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് ജിപ്സം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മറൈൻ ജിപ്സും ഉണ്ട്, സിന്തറ്റിക് ജിപ്സും ഉണ്ട്, നാച്ചുറൽ ജിപ്സും ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്ന മെയിനായിട്ടും നാച്ചുറലായിട്ട് കിട്ടുന്ന ജിപ്സം തന്നെയാണ്. അപ്പോൾ ഈ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള സിമെൻറ്റ് യൂസ് ചെയ്തുള്ള പ്ലാസ്റ്ററിങ്ങിനേക്കാളും ജിപ്സം പ്ലാസ്റ്ററിങ് വരുമ്പം നമുക്ക് ക്യൂറിങ്, അതായത് സിമെൻറ്റ് യൂസ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് അതിൻ്റെ ക്യൂറിങ്. 7 ദിവസം തൊട്ട് 10 ദിവസം വരെ നമ്മൾ ഈ സിമെൻറ്റ് പ്ലാസ്റ്റർ ക്യൂർ ചെയ്യണം. ജിപ്സം പ്ലാസ്റ്ററിങ്ങിൽ വരുമ്പം നമുക്കത് ക്യൂറിങ് എന്നുള്ള ആവശ്യമേ വരുന്നില്ല. അതുപോലെ തന്നെ ഏകദേശം ഒരു 17 ലിറ്ററോളം വെള്ളം നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിന് ഒരു സ്ക്വയർ ഫീറ്റിന് വെള്ളം വേണ്ടി വരുന്നുണ്ട്. ഈ ജിപ്സം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ഈ ജിപ്സം പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം മാത്രമേ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിൽ നമ്മൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ മൂലം, അതായത് നമ്മൾ സിമെൻറ്റും വാട്ടറും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പം ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കാരണം നമുക്ക് ഷ്രിങ്കേജ് ക്രാക്ക് ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. ജിപ്സം യൂസ് ചെയ്ത് വരുമ്പം നമുക്ക് പുട്ടി ഫിനിഷിൽ വരികയും അതുപോലെ വേറെ ക്രാക്കുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. ഇവിടെ നമുക്ക് എക്സ്റ്റീരിയർ വാളും ഇൻറ്റീരിയർ വാളും കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ്. ഇവിടെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സിമെൻറ്റ് പ്ലാസ്റ്റർ വെച്ച് ചെയ്തേക്കുന്നിടത്ത് റഫ് സർഫസും ജിപ്സം വെച്ച് ചെയ്തിരിക്കുന്നിടത്ത് സ്മൂത്ത് സർഫസുമാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഇനിയിപ്പോൾ പുട്ടിയും കൂടി അപ്ലൈ ചെയ്താലേ ഇതിനകത്ത് സ്മൂത്ത് സർഫസ് വരുന്നുള്ളൂ. ഈ ജിപ്സത്തിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ അല്ലെ അതിൻ്റെ ഫിനിഷിങ്ങിൽ തന്നെ നമുക്കൊരു സ്മൂത്ത് സർഫസ് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് പുട്ടിയുടെ ഒരു ചെലവ് ഇവിടെ നന്നായിട്ട് കുറയ്ക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ റൂമിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എല്ലായിടത്തും ടെമ്പറേച്ചർ കൂടി വരിക. സിമെൻറ്റ് പ്ലാസ്റ്ററിനെ അപേക്ഷിച്ച് ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആയതുകൊണ്ട് നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്ന റൂമുകൾക്കെല്ലാം ടെമ്പറേച്ചർ എപ്പോഴും കുറവായിരിക്കും. അതുപോലെ തന്നെ സിമെൻറ്റ് പ്ലാസ്റ്ററിനേക്കാളും ഇക്കോ ഫ്രണ്ട്ലിയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ജിപ്സം പ്ലാസ്റ്ററിങ്. അപ്പോൾ ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാംനെസ് ഉള്ള പോർഷനിലൊന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള. അപ്പോൾ വെള്ളമായിട്ട് കോൺടാക്റ്റ് വരാൻ ചാൻസ് ഉള്ള, അതായത് ഡാംനെസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള പോർഷനിലെല്ലാം നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്റർ യൂസ് ചെയ്യും. പ്രധാനമായും എക്സ്റ്റീരിയർ വാൾ നമുക്ക് സിമെൻറ്റ് പ്ലാസ്റ്റർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പം, അതായത് കിച്ചണ്, കോമൺ വാഷ് ഏരിയ, ബാത്റൂം എന്നിവയിലേക്ക് നമുക്ക് സിമെൻറ്റ് പ്ലാസ്റ്റർ യൂസ് ചെയ്യും. സീലിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻറ്റീരിയർ സ്പേസിൽ നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് യൂസ് ചെയ്യാം. അപ്പോൾ സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിനേക്കാളും എന്തുകൊണ്ടാണ് ജിപ്സം പ്ലാസ്റ്ററിങ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്ന് പറയുന്നതിന് കാരണം, ഒരു സ്ക്വയർ ഫീറ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിന് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് വരുമ്പം അപ്രോക്സിമേറ്റ് ഒരു 60 രൂപ തൊട്ട് 65 രൂപ വരെ സ്ക്വയർ ഫീറ്റ് റേറ്റും ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് വരുമ്പം 40 രൂപ തൊട്ട് 45 രൂപ വരെ ആകുന്നുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ആർക്കിടെക്ചർ, കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻറ്റീരിയർ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്